Hello everyone, welcome back to our new video. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലൂംസ് ടാക്സോണമിയെ കുറിച്ചും അതുപോലെ ഡെയിലി ഓർഗനൈസിങ്ങിനെ കുറിച്ചുമാണ്. ബ്ലൂംസ് ടാക്സോണമിയിൽ പ്രധാനമായിട്ടും 3 ഡൊമൈൻസ് ആണുള്ളത്: കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടർ ഡൊമൈൻ. കോഗ്നിറ്റീവ് ഡൊമൈൻ നമുക്കറിയാം ബുദ്ധിപരമായ ഏരിയ. അവിടെ വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസെപ്റ്റ്, ആപ്ലിക്കേഷൻ ഓഫ് കോൺസെപ്റ്റ്, അനലൈസിങ് ദ കോൺസെപ്റ്റ്, ഇവാലുവേറ്റിംഗ് ഇറ്റ്, ക്രിയേറ്റീവ് ആയിട്ട് കോൺസെപ്റ്റിനെ കുറിച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടാക്കുക. ഇത് നമ്മൾ അസസ് ചെയ്യുന്നത്, കോഗ്നിറ്റീവ് ഡൊമൈൻ അസസ് ചെയ്യുന്ന മെയിനായിട്ടും ടെസ്റ്റുകളിലൂടെയാണ്. അതായത് റീകോൾ, ഓർത്തെടുക്കുക, പ്രോബ്ലം സോൾവിങ് കൊടുക്കുക, പ്രോജക്റ്റുകൾ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ്. എഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് ഫീലിങ്സ് ആൻഡ് വാല്യൂസ് ആണ്. അത് നമ്മൾ ക്ലാസ്സിനകത്ത് തന്നെ റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ്, ക്യാരക്ടറൈസിങ് എന്നിങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കൊടുത്തിട്ടായിരിക്കും. അഫക്റ്റീവ് ഡൊമൈൻ നമ്മൾ കൂടുതലും ആക്ടിവിറ്റീസ് കൊടുക്കുക. ഇതിനെ അസസ് ചെയ്യുന്നത് ഒബ്സർവേഷനിലൂടെയും, ബിഹേവിയർ ഒബ്സർവേഷൻ, അതുപോലെ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ആക്ടിവിറ്റി, റെസ്പെക്ട് ഫോർ അതേഴ്സ്, ഈ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അഫക്റ്റീവ് ഡൊമൈൻ അസസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഡൊമൈനാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ. ഇതിൽ നമ്മൾ ഫിസിക്കൽ സ്കിൽസ്, അതായത് ഇമിറ്റേറ്റിംഗ് അതേഴ്സ്, മാനിപ്പുലേഷൻ ഓഫ് ഒബ്ജക്ട്സ് ഗിവൺ, പ്രിസിഷൻ ഓഫ് ദ കണ്ടന്റ്, ആർട്ടിക്കുലേഷൻ, നാച്ചുറലൈസേഷൻ എന്നീ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. ഇതിനെ അസസ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട്, പ്രാക്ടിക്കൽ ടാസ്കുകൾ കൊടുത്തിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഡേ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യും. ഒരു പ്ലേ ബേസ്ഡ് കരിക്കുലത്തിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കുട്ടികളെ വളരുന്നതിനനുസരിച്ച് കുട്ടികളെ ഒരു സ്ട്രക്ചറിനുള്ളിൽ കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അപ്പോൾ ഡെയിലി റുട്ടീൻ ടിപ്സ് എന്ന് പറയുന്നത് ചൈൽഡ് ഇനിഷ്യേറ്റഡ്, ടീച്ചർ ഗൈഡഡ് ആക്ടിവിറ്റീസ് മിക്സ് ചെയ്യുക. അത് രണ്ടും വേണം എന്നുള്ള രീതിയിൽ. അതുപോലെ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഹോൾ ഗ്രൂപ്പ്, സ്മോൾ ഗ്രൂപ്പ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, അങ്ങനെ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടിപ്പാണ്. ഒരു ആക്റ്റീവായിട്ടുള്ള ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതുപോലെ ഇൻഡോർ ഔട്ട്ഡോറിൽ ആർട്ട് ടൈം കൊടുക്കണം, ആർട്ടിനുള്ള ടൈം. അതുപോലെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, ഫ്രീ പ്ലേ ആക്ടിവിറ്റീസ് എന്നിവ കൊടുക്കുക. അതുപോലെ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 5.5 മണിക്കൂറാണ് ഒരു ദിവസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് സർക്കിൾ ടൈം, സ്നാക്ക് ടൈം, റൈമുകൾ, മ്യൂസിക്, കോൺസെപ്റ്റ്, അതുപോലെ പ്രീ ന്യൂമറസി കൊടുക്കാം, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, കോർണേഴ്സ് കൊടുക്കാം, ലഞ്ച് കൊടുക്കുന്ന ടൈം, ലിറ്ററസി കൊടുക്കാം, സ്റ്റോറി കൊടുക്കാം, ഔട്ട്ഡോർ പ്ലേ കൊടുക്കാം, സെൽഫ് ലേണിംഗ് മോഡൽ കൊടുക്കാം, വർക്ക് ടൈം കൂടുതലായിട്ട് കൊടുക്കണം. ഇത്രയാണ് കുട്ടികൾ അവരവരുടെ ആക്ടിവിറ്റീസ് ഇൻഡിപെൻഡൻ്റ്ലി ചൂസ് ചെയ്യണം. ഇത്രയാണ് 5.5 മണിക്കൂറിനുള്ളിൽ നടക്കാൻ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. 6 to 8 ആണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രക്ചേർഡായിട്ട് കൊടുക്കണം പ്രൈമറി ക്ലാസ്സുകൾ. അതായത് മിക്സഡ് ബ്ലോക്സ് കൊടുക്കാം, 2 ലാംഗ്വേജസ് കൊടുക്കണം, മാത്സ്, ആർട്സ്, റീഡിങ്, റൈറ്റിംഗ് കൊടുക്കുക, പ്ലേ കൊടുക്കണം, വീക്ക്ലി ഷെഡ്യൂൾ കൊടുക്കണം, പല സബ്ജക്ട്സുകൾ കൊടുക്കണം, ആനുവൽ കലണ്ടർ പ്ലാൻ ചെയ്യണം, അതുപോലെ പ്ലാനിങ് ടൂൾ വിത്ത് ടേം ഡേറ്റ്സ്, ടൂളുകൾ പ്ലാൻ ചെയ്യണം, ഹോളിഡേയ്സ്, ഇവൻറ്റ്സ്, PTM, ടീച്ചർ ട്രെയിനിങ് ഒക്കെ പ്ലാൻ ചെയ്യണം, സ്കൂൾ മീറ്റിംഗ്സ് പ്ലാൻ ചെയ്യണം, ടീച്ചിങ് ടോപ്പിക്സ് പ്ലാൻ ചെയ്യണം, കരിക്കുലം പ്രോഗ്രസ്സിനനുസരിച്ച് ടീച്ചിങ് ടോപ്പിക്സ് പ്ലാൻ ചെയ്യും. ഇങ്ങനെയാണ് ഒരു ഡേ ഓർഗനൈസ് ചെയ്യേണ്ടത്.